അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആവശ്യമായ അരി വരുമെന്ന് പറഞ്ഞ മന്ത്രിയെ സർക്കാരും രാഷ്ട്രീയ കർഷക സംഘടനകളും അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന നെൽക്കതിർ അവാർഡ് ജേതാവ് കെ.എ. വേണുഗോപാൽ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംഭരണവില കേരളത്തിൽ കൂടുതലാണെന്ന് പറയുന്നവർ കേരളത്തിലെ ഉൽപ്പാദന ചെലവും പറയണമെന്നും കെ.എ. വേണുഗോപാൽ പറഞ്ഞു. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുഴൽമന്നം കർഷക സംരക്ഷണ സമിതി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.എ. വേണുഗോപാൽ. കാർഷിക മേഖലയെക്കുറിച്ച് കഥയറിയാതെ ആട്ടം കാണുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. വെള്ളം കിട്ടാനും സംഭരണത്തിനും വില കിട്ടാനും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കേരളത്തിലെ കർഷകർ. കേരളത്തിലെ കർഷക നിലങ്ങളും കർഷകരും ഇല്ലാതായതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. സംഭരണവില മതിയാവില്ലെന്ന് കണ്ടെത്തിയാണ് സംസ്ഥാന സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ്. കേന്ദ്രവിഹിതവും സംസ്ഥാന ഇൻസെന്റീവും ലഭിച്ചാൽ തന്നെ നെല്ലിന് കിലോയ്ക്ക് 32 രൂപ കിട്ടും. എന്നാൽ ഇന്ന് കിട്ടുന്നത് 28 രൂപയാണ്. കർഷക സംരക്ഷണമില്ലാതെ കേരളത്തിന് രക്ഷയില്ലെന്ന് സർക്കാർ തിരിച്ചറിയണം. കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ കാർഷിക മേഖലയെ പാടെ അവഗണിച്ച സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് നമ്മളിതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നിവിടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഇത്തരത്തിലൊരു ഉപവാസ സമരം സംഘടിപ്പിച്ചു. തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള ജില്ലാ കർഷക സംരക്ഷണ സമിതി കൊല്ലംകോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ എന്തോ കൃഷിക്കാർക്ക് വാരി കൊടുക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത താങ്ങുവില കേരളത്തിൽ നൽകുന്നുണ്ടെന്നാണ് ചിലരുടെ അവകാശവാദം. ശരിയാണ്, താങ്ങുവില കുറച്ച് കൂടുതൽ തരുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. താങ്ങുവില കൊണ്ട് മാത്രം കേരളത്തിലെ കർഷക തൊഴിലാളികൾ രക്ഷപ്പെടില്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇൻസെന്റീവായി കുറച്ച് സംഖ്യ കൂടി അനുവദിച്ചത്. കുഴൽമന്നം ബ്ലോക്കിലെ മുഴുവൻ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ധർണാസമരത്തിൽ പങ്കെടുത്തു. സമരസമിതി വൈസ് ചെയർമാൻ IC ബോസ് അധ്യക്ഷനായി. ജനറൽ കൺവീനർ MC മുരളീധരൻ, കൺവീനർ PV സുരേഷ് കുമാർ, വിളയോടി വേണുഗോപാൽ, KC അശോകൻ, അഡ്വക്കേറ്റ് ഗിരീഷ് നോച്ചുള്ളി, സജീഷ് കുത്തനൂർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.